സ്കിപ്പ് ചെയ്തു പോരുത്. ഒരു തുള്ളി സ്പിരിറ്റ് പോലും, ഒരു തുള്ളി മദ്യം പോലും നമ്മൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്നില്ല. നമ്മൾ കേരളത്തിലേക്ക് ഇവിടുത്തെ നമ്മുടെ നാട്ടുകാർ, നമ്മളടക്കമുള്ള ആളുകളൊക്കെ കുടിക്കുന്ന മദ്യം കൊണ്ടുവരുന്നത് കർണാടകയിൽ നിന്നൊക്കെയാണ്. അപ്പൊ മദ്യം അവിടുന്ന് കൊണ്ടു വരുമ്പോൾ ആ കർണാടകയ്ക്ക് നമ്മൾ പൈസ കൊടുത്തു വെക്കൂ. അങ്ങനെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ മദ്യം കൊണ്ടുവരുന്നത്. 100 രൂപയ്ക്ക് മദ്യം കൊണ്ട് കൊണ്ടുവരും എന്ന് വിചാരിക്കുക. അത് പലവിധ ടാക്സുകളൊക്കെ കൂട്ടി മിക്കവാറും നമ്മൾ നാട്ടുകാർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വില 350-500 രൂപയ്ക്കായിരിക്കും നമുക്ക് 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു മദ്യക്കുപ്പി കിട്ടുന്നുണ്ടായിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു വലിയ നഷ്ടം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം നമ്മുടെ നാട്ടുകാർക്ക് വരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ തവണത്തെ വ്യവസായ മന്ത്രി നമ്മുടെ പാലക്കാട് ഒരു മദ്യ വ്യവസായശാല തുടരാൻ തീരുമാനിച്ചത്, മദ്യം ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനെതിരെ ഈ പറഞ്ഞ UDF-കാര് മുഴുവൻ സമരം ചെയ്തു. അയ്യോ, നാട്ടുകാരിതാ മുഴുവൻ കുടിക്കാൻ പോകുന്നേ, ഇതാ കള്ളിതാ ആകെ മൊത്തം വിൽക്കാൻ പോകുന്നേ, കേരളത്തിൽ മദ്യം ഉണ്ടാക്കാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് UDF-കാർ അതിനെതിരെ സമരം ചെയ്ത് പൂട്ടിച്ചു. ആ കമ്പനി പൂട്ടി പണ്ടാറടക്കി. സുഹൃത്തുക്കളെ, ആ കമ്പനി എങ്ങ വന്നിരുന്നെങ്കിൽ പ്രത്യക്ഷമായിട്ട് 2000-ഓളം ആളുകൾക്ക് ജോലി കിട്ടുകയും പരോക്ഷമായിട്ട് മിനിമം 5000-ഓളം ആളുകൾക്ക് ജോലി കിട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം നമ്മുടെ പാലക്കാട്ട് ഉണ്ടാകുമായിരുന്നു. തകർത്തു. നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയത് ഇതിന് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ കള്ളുണ്ടാക്കി കുടിച്ചോളടാ എത്ര വേണമെങ്കിലും കുപ്പി എന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊടുക്കുന്ന വിചാരിച്ചേ അല്ല. എത്രയാണോ നമ്മൾ പുറമേന്ന് കൊണ്ടുവരുന്നേ അത്ര നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാം. കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ വളരെ വില കുറവിൽ നമുക്കത് വിൽക്കാം. നമുക്ക് കൂടുതൽ ലാഭമേ ഉണ്ടാവുകയുള്ളൂ. വെറുതെ ചുമ്മാ നമ്മുടെ പണം കൊണ്ടുപോയിട്ട് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണ്ട. ഇങ്ങനെ പലവിധ പദ്ധതികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ തുരങ്കം വെച്ചു. ഇപ്പതാ VD സതീശ മേനോൻ ഇപ്പോൾ ഒരല്പം കുറവ് സ്പിരിറ്റുള്ള മദ്യങ്ങള് അത് ഇറക്കുമതിയും മറ്റൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. മക്കൾ അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ പരിപാടി നടക്കുന്നുണ്ട്. അതിനെ വെളുപ്പിക്കാൻ നോക്കുകയാണ് നമ്മുടെ VD സതീശന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തക. കേക്ക്, ഞാൻ ചോദിക്കട്ടെ, എന്തൊരു വിവരക്കേടാണ് പറഞ്ഞതിനർത്ഥം? ബജറ്റ് പാസാക്കിയാൽ ആ നിയമസഭ നിങ്ങളും മന്ത്രി അല്ല പിന്നെ കേക്ക് പാസാക്കിയ ബജറ്റിലെ നികുതി നിർദ്ദേശം യാഥാർത്ഥ്യമായി പിന്നെ നയത്തിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട കാര്യം? നയം അത് വിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം. എന്തെന്ത് വിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം. വീര്യം കുറഞ്ഞ മദ്യം ബജറ്റ് പാസാക്കി കഴിഞ്ഞാലോ കോടതി പോകും. ഈശ്വര, മണ്ണ ഏതാ ചാണ ഏതാന്ന് അറിയാതെ എന്തെങ്കിലും ചാനൽ ചർച്ച നടത്തും. എന്നിട്ട് എന്തെങ്കിലൊക്കെ ജയിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും അപ്പാണ്ട് വിളിച്ചു പറയില്ലേ, അതേപോലെ ഓരോന്ന് വിളിച്ചു പറയും. ഇതൊന്ന് കേട്ടു, എന്തൊക്കെ ഇവര് വിളിച്ചു പറയുന്നേ. കഷ്ടം. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു വിവരക്കേടാണ് പറഞ്ഞതിനർത്ഥം? ബജറ്റ് പാസാക്കിയാൽ ആ നിയമസഭ പാസാക്കിയ ബജറ്റിലെ നികുതി നിർദ്ദേശം യാഥാർത്ഥ്യമായി പിന്നെ നയത്തിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട കാര്യം? നയം അത് വിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം. എന്തെന്ത് വിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം. വീര്യം കുറഞ്ഞ മദ്യം ബജറ്റ് പാസാക്കി കഴിഞ്ഞാലോ കോടതി പോകും. കോടതി പോയാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി കിട്ടും. എന്താ നിങ്ങൾ പറയുന്നത്? നിയമസഭ പാസാക്കിയ ബജറ്റിന് മുകളിലാണോ മദ്യനയം? ആണോ? അപ്പൊ എന്താണ് മദ്യനയെന്നും എന്താണ് നിയമസഭയെന്നും നിയമസഭയിൽ പാസാക്കപ്പെട്ട ഒരു സംഗതി എങ്ങനെയാണ് നിലനിൽക്കുക എന്നും ഈ മദ്യനയം ഒരു നയപ്രഖ്യാപനം എങ്ങനെയാണെന്നും ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു ധാരണയില്ല. ഇവര് പറയുന്നത് വിൽക്കണ്ട, തീരുമാനിക്കാം, മദ്യനയം വേറെ വയ്ക്കാം, എന്തെങ്കിലൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂന്നേ കേൾക്കൂ. നിയമസഭ പാസാക്കുന്നതാണോ മദ്യനയം? ഇത് രസം എന്താ വെച്ച് കഴിഞ്ഞാലേ, മദ്യമാഫിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ VD സതീശ മേനോൻ ശ്രമിക്കുന്നത്. എല്ലാ മാഫിയകളും ഇനി ഉണർന്ന് പ്രവർത്തിക്കും. ഭയങ്കര ഉഷാറായിരിക്കും ഇവര്. അങ്ങനെ മദ്യമാഫിയ ഇടപാടിനെ ഭംഗിയായിട്ട് വെളുപ്പിച്ച് അയൺ ചെയ്തിട്ട് അതിന്റെ ഇടയിൽ ഓട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ ആ സമയത്താണ് പെട്ടെന്ന് ഫോൺ കോളില് MP രാജേഷ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ തീർന്നില്ല സുഹൃത്തുക്കളെ. കാരണം വെറുതെ വളവള വർത്തമാനം പറയില്ല, വിത്ത് കണക്ക് വെച്ച് നല്ല നോളജുള്ള മനുഷ്യനാ. അതുകൊണ്ട് തന്നെ ചാനൽ വാർത്ത നടത്തുന്നത് ആരൊക്കെ തന്നെയായാലും ഡാറ്റ വിറ്റ് സംസാരിക്കും,
സംസാരിച്ച് അപ്പുറത്ത് നിൽക്കുന്നവന്റെ വായ അടപ്പിക്കും. എന്തായാലും കേൾക്ക്. അവരിവിടെ ഒരു സേവനത്തിനല്ലല്ലോ വരിക ശ്രീ എം പി രാജേഷ്. ഇപ്പോൾ ഏത് കമ്പനികൾ വരുമ്പോഴും അവരവരുടെ ലാഭമാണ് ആലോചിക്കുക, അതാണ് അവർ മുന്നോട്ട് വെക്കുക. അതിനുള്ള സാഹചര്യം അതിനുള്ള സാഹചര്യം കൊള്ളലാഭം ഒരുക്കി കൊടുക്കാൻ എന്ത് അല്ല 0.5%. ഒറ്റ മിനിറ്റ്. ഈ ഉപഭോക്താക്കളെ ഒരു മിനിറ്റ് ശ്രീ എം പി രാജേഷ്, അങ്ങനെക്ക് നൽകേണ്ട ഒരു മറുപടി ഇതാണ്. 0.5% ഉള്ള ഒരു ആൽക്കഹോൾ കണ്ടന്റുള്ള ഈ വീര്യം കുറഞ്ഞ മദ്യം കഴിക്കുന്നയാളും 43% ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം കഴിക്കുന്ന ആളും ഒരേ പൈസ നൽകണം എന്ന് പറയുന്നത് ഈ മദ്യ ഉപഭോക്താവിനോടുള്ള അനീതിയല്ലേ? അല്ലേ? കേൾക്കുമ്പോ അടിപൊളി ചോദ്യം. വീര്യം കുറഞ്ഞ മദ്യം വാങ്ങിക്കുമ്പോൾ കുറച്ച് പൈസ കൊടുത്താൽ പോരെ, വീര്യം കൂടിയ മദ്യം വാങ്ങിക്കുമ്പോൾ കൂടുതൽ പൈസ കൊടുക്കുക, അതല്ലേ ന്യായം? കേൾക്കുമ്പോ ദാ പോളി അല്ലേ? പക്ഷെ ഇത് ആരോടെ ചോദിക്കുന്നത്? എം പി രാജേഷിനോട്. എന്തായാലും ബാക്കി കേക്ക്. അത് നിങ്ങൾ വി.ഡി. സതീശനോടാണ് ചോദിക്കേണ്ടത്. അദ്ദേഹമാണ് ഞങ്ങൾ ഇത് ആലോചിക്കുകയും ചെയ്യാത്ത ഘട്ടത്തിൽ നികുതി കുറച്ച് കൊടുക്കാൻ പോകുന്നു, അഴിമതി നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞത്. നികുതി കുറയ്ക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. വീര്യം കുറഞ്ഞതിന് കുറയ്ക്കട്ടെ അദ്ദേഹമാണ് പറഞ്ഞത്, അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അഴിമതിയാണ് എന്ന് തോന്നിയത് അദ്ദേഹം ചെയ്യുമ്പോൾ അഴിമതി അല്ലാതാവും. അപ്പൊ ശ്രീ എം പി രാജേഷ്, അങ്ങയുടെ പ്രശ്നം അന്ന് പറഞ്ഞത് മാറ്റി ഇന്ന് ധനമന്ത്രി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ ഈ പറയുന്നത് അഴിമതി എന്നതാണോ അങ്ങ് കരുതുന്ന പ്രശ്നം? രഹസ്യമായി ചെയ്തത് എന്തിനാണ് എന്നതാണ് ചോദ്യം. രഹസ്യമായിട്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഗവർണർ ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചിട്ട് മീറ്റിംഗ് കൂട്ടുന്നു. അത് നമ്മൾ ആരറിയുന്നില്ല, വി.ഡി. സതീശൻ മേനോൻ അറിയുന്നില്ല. വൈദ്യുതി മന്ത്രി തീരുമാനമെടുക്കേണ്ടത് സതീശൻ മേനോൻ തീരുമാനമെടുക്കുന്നു. കാടിനെ പറ്റിയൊക്കെ തീരുമാനമെടുക്കും. സോ നമ്മുടെ അമ്പലത്തിലേക്ക് ആരെ തിരികെ കയറ്റണമെന്നുള്ളത് അതും വി.ഡി. സതീശൻ മേനോൻ തീരുമാനിക്കുന്നു. നമ്മുടെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ അറിയുന്നേയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ പറയൂ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അധികാരം ഞാൻ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾ ആരാച്ച തീരുമാനിച്ചോളി എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങോട്ട് തട്ടിവിടും. ഗംഭീര തട്ടിവിടലാണ്. ആ തട്ടിവിടൽ കേട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടോ എന്നുള്ള ആ ഒരു മറുപടിയുമായിട്ട് സംഗതി ഉണ്ട് അവസാനിപ്പിക്കും. എന്തായാലും ബാക്കി കേക്ക്. കാര്യം അവതരിപ്പിക്കാൻ പറ്റുമോ ശ്രീ എം പി രാജേഷ്? മദ്യനയം വരാൻ പോണേ ഉള്ളൂ, എന്താ സംശയം? അങ്ങ് എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോൾ ധനമന്ത്രി എല്ലാം അങ്ങയോട് ചോദിച്ചിട്ടാണോ എല്ലാം പ്രഖ്യാപിച്ചിരുന്നത്? അങ്ങനെയായിരുന്നു. ഏതെങ്കിലും ഒരു മന്ത്രിക്കൊരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിയോട് കൂടി സംസാരിച്ചിട്ടാണ് എന്തും തീരുമാനിക്കുകയുള്ളൂ. അല്ലാതെ ഞാനാണ് ഈ വീടിന്റെ അപ്പൻ, ഞാൻ തന്നെ തീരുമാനിക്കും എന്ന് പറയുന്ന പരിപാടി ശരിയല്ല. ഇവിടെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെല്ലാം മിക്ക കാര്യങ്ങളും മേനോൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് വിഷയം. എല്ലാ സർക്കാരുകളും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ അത് അറിയേണ്ട കാര്യമില്ല, ഇനി നയത്തിന്റെ കാര്യം വരുമ്പോൾ ഇത് വിൽക്കണമോ എന്ന കാര്യം പിന്നീട് ആലോചിക്കും, അത് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനത് അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ. ഇപ്പൊ അതല്ല പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം അറിയാതെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തു. സ്വാഭാവികമായിട്ടും മധ്യമന്ത്രിക്ക് ഇത് ഞാൻ അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അഴകുഴമ്പൻ വർത്തമാനമല്ലാതെ വേറെന്താ പറയാൻ സാധിക്കുക? നോക്കൂ, വിഡ്ഢിത്തരവും അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളെ മുഴുവൻ കുടിപ്പിച്ച് കെടുത്താനുള്ള ഒരു പരിപാടിക്കാണ് നിൽക്കുന്നത്. ആ ഒരു പരിപാടിയാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോയും മറ്റൊക്കെ ഇങ്ങനെ ചർച്ചകളൊക്കെ നടത്തുന്നു എന്നുള്ളതാണ് അത്ഭുതം. അതൊരു മഹാ അത്ഭുതം തന്നെയാണ്. എന്തായാലും സുഹൃത്തുക്കളെ, ബൈ.